അതൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഒരു രാജ്യവും ഇവിടെ വെക്കേണ്ട കാര്യമില്ല. മദ്യനയം സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടേയില്ല. ചെയ്യാതെ മദ്യനയത്തെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തു എന്ന് പ്രഖ്യാപിക്കുകയാണ്. അതിനടിസ്ഥാനമില്ല, അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. അതുകൊണ്ട് മന്ത്രി രാജിവെക്കേണ്ട കാര്യമൊന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല. അതെ, വ്യാജ പ്രചരണത്തിനെതിരായിട്ട് അല്ല, വ്യാജ പ്രചരണത്തിനെതിരായിട്ട് DGPക്ക് അത് പരിശോധിക്കുന്നതിനാവശ്യമായ രീതിയിൽ നിലപാട് സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് കൊടുത്തിട്ടുള്ളത്. അത് ആ ഓഡിയോ ഉൾപ്പെടെ വെച്ചിട്ടില്ല, പരിശോധിക്കട്ടെ. അതിനെന്താ വേറെ പ്രയാസം? എന്താ ഉള്ളത്? ഏത് ഓഡിയോ ആയാലും എന്തായാലും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. ആ അല്ല, വാർക്കോഴ ആരോപണമല്ല പ്രശ്നം. അത് വസ്തുതയുമായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതാണ്. ഞാനതല്ലേ പറഞ്ഞത്. ബാറിൻ്റെ പ്രശ്നം സംബന്ധിച്ച് സീരിയസ് ആയി പരിശോധിച്ച് നോക്കിയാൽ മദ്യനയം സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടേ ഇല്ല. അങ്ങനെ മദ്യനയം സംബന്ധിച്ച് ചർച്ച ചെയ്യാതെ പാർട്ടിയും ചർച്ച ചെയ്തിട്ടില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ചർച്ച ചെയ്തിട്ടില്ല, ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുമില്ല. അങ്ങനെ തീരുമാനിക്കുകയോ ചെയ്യാത്ത കാര്യം ഇപ്പോഴും ഈ ഇലക്ഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് കാര്യമായ വർക്കൊന്നും ഇല്ലാതുകൊണ്ട് വാർത്തയാക്കിയിട്ട് പ്രചരിപ്പിക്കുന്നതിൽ ആരാ അതിൻ്റെ പിന്നിൽ പോകേണ്ട കാര്യം? അപ്പോൾ തെറ്റായ നിലപാടാണ്. അതവർ പണ്ടേ പറഞ്ഞു. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ തന്നെ ഈ തീയതി മാറ്റണം, ട്രേഡ് പാടില്ല എന്നെല്ലാം അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും നമ്മളാരും അംഗീകരിച്ചു കൊടുത്തില്ലല്ലോ. അല്ല, അന്നേരമൊന്നും ഇങ്ങനെ റിപ്പോർട്ട് വന്നിട്ടില്ല. ഇപ്പം വേറെ പണിയൊന്നും ഇല്ലാതുകൊണ്ടുള്ള റിപ്പോർട്ടായില്ല അധികം. കാരണം ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വാർത്തയൊന്നുമില്ല, കാര്യമായ ഒന്നും പറയാനില്ല. അപ്പോൾ പിന്നെ തോന്നുമ്പോൾ ഇങ്ങനെയുള്ള കാര്യം ഉണ്ടാക്കുക മാത്രമേ ഉള്ളൂ. കാര്യം ഫ്രണ്ട് പേജിൽ എന്തെങ്കിലും നടക്കണമല്ലോ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. UDFൻ്റെ ഒരു നിലപാടാണത്. ആ നിലപാട് CPIഎമ്മിനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനോ ഇല്ല. അസന്നിഗ്ധമായിട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. പിന്നെ വീണ്ടും ആവർത്തിക്കേണ്ട കാര്യം എന്താണ്? അതിൽ അവർ തെറ്റിദ്ധരിക്കുകയാണ്. ആരെങ്കിലും തെറ്റിദ്ധരിക്കാനേ പാടില്ല എന്നൊക്കെ പറയാൻ പറ്റുമോ? ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അത് നമുക്ക് ഉത്തരവാദിയില്ല. ഫണ്ട് അതിപ്പോൾ ആരോട് വണ്ടി പിരിച്ചതെന്നല്ല, ഫണ്ട് പിരിവ് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ പിരിച്ചിട്ടേ ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവരോടും വണ്ടി പിരിക്കുന്ന പോലെ അവരോടും പിരിച്ചിട്ടുണ്ടാവും. അതിനെന്താ അത്ഭുതം? അത് ഇലക്ട്രൽ ബോണ്ടല്ലല്ലോ. ഇലക്ട്രൽ ബോണ്ട് നടത്തിയതിനെ പറ്റി ഒന്നും പറയാനില്ല. എന്നിട്ട് ഇവിടെ ആരോടോ ബാറുകാരോട് പണം പിരിച്ചിട്ടുണ്ടോ, വണ്ടി പിരിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. നാട്ടിലുള്ള എല്ലാവരോടും വണ്ടി പിരിച്ചിട്ടുണ്ടാവും. പാവപ്പെട്ട ആളുകളോടും ഇടത്തരക്കാരോടും ഒക്കെ പിരിച്ചിട്ടുണ്ടാവും. അതൊന്നും ഞങ്ങൾക്ക് വലിയ പ്രശ്നമുള്ളതല്ല. ഒഴിവാക്കണം തീരുമാനിച്ചാൽ ഒഴിവാക്കും, ഒഴിവാക്കേണ്ട തീരുമാനിച്ചാൽ ഒഴിവാക്കില്ല. അത് നിങ്ങൾ പത്രത്തിൽ എഴുതിയെന്നുള്ളത് കൊണ്ട് മാത്രം അത് നിൽക്കുകയില്ല, അത് ഒഴിവാകുകയില്ല. രണ്ടും കണ്ടോ കേട്ടോ. ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നു.